ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ SITക്ക് കൈമാറിയത്. SIT എനിക്ക് ആ വിവരം തന്ന ആളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു വലിയ കൊള്ളയാണ്. 500 കോടിയിലധികം വരുന്നൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഉന്നത തലത്തിലുള്ള ആളുകളുടെ പിന്തുണയില്ലാതെ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. എത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ കള്ളന്മാർ ഇപ്പോഴും മറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്.